ഹലോ ഹായ്. ഇന്ന് ക്രാഫ്റ്റിംഗ് ഒന്നുമില്ല കേട്ടോ. നമുക്ക് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഒന്ന് അടക്കി പെറുക്കി വെക്കാം. ടേബിളിൽ പിന്നെ എൻ്റെ സാധനങ്ങൾ മാത്രമൊന്നുമല്ല കേട്ടോ, ഇടയ്ക്കെൻ്റെ ചെക്കൻ്റെ സാധനങ്ങളും ഉണ്ടാവാറുണ്ട്. ഇത് കണ്ടോ, ചെറിയ റേറ്റിലൊരു ട്രൈപോഡൊക്കെ കണ്ടപ്പോൾ മേടിച്ചായിരുന്നു. പക്ഷെ അത് വലിയൊരു അബദ്ധമായി. സാധനം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ്. ആ ഒരു റിംഗ് ലൈറ്റ് ഊരി വെച്ചിട്ട് നമുക്ക് ഫോൺ വെക്കാൻ പറ്റില്ല. കുറച്ചധികം വർത്താനം പറയാൻ ഒരു ഇഷ്ടക്കൂടുതൽ തോന്നിയപ്പോൾ മേടിച്ചതാണ് ഈ ഒരു മൈക്കിന്. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മൈക്ക് ഇല്ലാതെയാണ്. ചിലപ്പോൾ എനിക്ക് തോന്നും മൈക്ക് ഇല്ലാതെ സംസാരിക്കുന്നതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ. ഞാൻ സ്ഥിരമായിട്ട് ഡയറി ചെയ്യുന്ന ഒരാളായിരുന്നു. ഇപ്പം അത് ഡയറി കം ജേർണലിങ് ആയിട്ടുണ്ട്. ഡയറി ഒക്കെ എഴുതിയിട്ടുള്ള ശീലമായതുകൊണ്ടായിരിക്കും അധികം അങ്ങ് ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സ് ഒന്നും ഒട്ടിച്ചിട്ടുള്ള ജേർണലിങ് ഞാൻ അധികം അങ്ങ് ചെയ്യാറില്ല. ഇങ്ങനെ ഒരു സ്കെച്ച് ബുക്ക് കുറച്ചെങ്കിലും വരയ്ക്കാൻ ഇഷ്ടമുള്ള എല്ലാവരുടെ കയ്യിലുള്ളത് വളരെ നല്ലതാണ്. ഇങ്ങനെ എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള കോഡ്സ് ഒക്കെ എഴുതി എന്തെങ്കിലുമൊക്കെ വരയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് ഞാൻ കുറെ കാലം മുമ്പ് ചെയ്തിട്ടുള്ളതാ. അന്ന് ഇത് ഒട്ടിച്ചെടുക്കാൻ കുറെ പാടുപെട്ടു. ഇത് എപ്പോഴോ ബീച്ചിൽ പോയപ്പോൾ പെറുക്കിയെടുത്തിട്ടുള്ളതാ. ഈ ഒരു ബോക്സ് ചെയ്തത് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഒരുപാട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഞാൻ ഇതിലേക്ക് കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞു ഫ്ലവേഴ്സ് ഈ ഒരു ഫെവിക്കോളിന്റെ ബോട്ടിലിന് നല്ല മേച്ചല്ലേ. ഈ ഒരു ട്യൂലിപ്സിനെ വെക്കാനായിട്ട് ഇതുവരെ ഞാനൊരു പോട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഇത്രയൊക്കെ ചെയ്യുന്ന വീഡിയോസ് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയുള്ളൂ. അപ്പോഴേക്കും ഇത് ബേബി എണീറ്റ് വന്നു. പിന്നെ എൻ്റെ ട്രൈപോഡ് നടക്കാൻ തുടങ്ങി. എപ്പോൾ വീഡിയോ എടുക്കുമ്പോഴും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഇതുപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്ത് കണ്ടന്റ് ക്രിയേഷൻ ചെയ്യണമെന്നുള്ള ആൾക്കാർ പെട്ടെന്ന് ചെയ്തോ. ഇതുപോലെ പിള്ളേരൊക്കെ ആയാൽ ഇതൊക്കെ ആയിരിക്കും അവസ്ഥ. പിന്നെ ഇവനുള്ളത് കൊണ്ടാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നതും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കുരുത്തക്കേടുകൾ ഒപ്പിക്കുന്നേ ഉള്ളൂ. അടുത്ത പണിയായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.